ഇയ്യോബ് അധ്യായം 38. കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്നും ഇയ്യോബിന് ഉത്തരമരുളി അവനോട് പറഞ്ഞു, അറിവില്ലാത്ത വാക്കുകളാൽ ചിന്തിക്കുന്ന ഇവൻ ആരാകുന്നു? ശക്തനെ പോലെ നീ അരമുറുക്കുക. ഞാൻ നിന്നോട് ചോദ്യം ചെയ്യും, നീ എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമുറപ്പിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിവുണ്ടെങ്കിൽ പറയുക. അതിൻ്റെ മേൽ അളവ് നൂൽ ഇട്ടതാരാണ്? അതിൻ്റെ അളവ് നിശ്ചയിച്ചതും ആരാണ്? നിനക്കറിയാമോ? അതിൻ്റെ അതിരുകൾ എന്തിന്മേലാണ് നിലകൊള്ളുന്നത്? അഥവാ അതിൻ്റെ മൂലശിലകൾ സ്ഥാപിച്ചതാരാണ്? പ്രഭാത നക്ഷത്രങ്ങളെല്ലാം അവൻ സൃഷ്ടിച്ചു. മാലാഖമാരെല്ലാം സന്തോഷിച്ചാർത്തു. ഗർഭാശയത്തിൽ നിന്ന് എന്നതുപോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിൻ്റെ വാതിലുകളെ ആരാണ് ബന്ധിച്ചത്? അവൻ മേഘങ്ങളെ തൻ്റെ വസ്ത്രവും അന്ധതമസിനെ തൻ്റെ മേലങ്കിയും ആക്കി. അവൻ അതിന് ഒരു വ്യവസ്ഥ നിശ്ചയിച്ചു, അതിന് വാതിലുകളും സാക്ഷകളും നിർമ്മിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ വരെ നിനക്ക് തരാം, അപ്പുറം കടക്കരുത്. നിന്റെ തിരമാലകളുടെ മേന്മയുമായി ഇവിടെ നീ നിൽക്കുക. ഭൂസീമകളെ പിടിച്ചു വയ്ക്കുവാനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് പുറന്തള്ളുവാനുമായി നിന്റെ ജീവകാലത്ത് നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും സൂര്യോദയത്തിൻ്റെ സ്ഥലം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? അവയുടെ ആകാരം ധൂളി പോലെയായി തീരുന്നു, വസ്ത്രം പോലെ നിലകൊള്ളുന്നു. പാപികളിൽ നിന്ന് അവയുടെ പ്രകാശം വിരോധിക്കപ്പെടുന്നു. ഉയർന്ന ഭുജവും തകർക്കപ്പെടുന്നു. നീ സമുദ്രത്തിൻ്റെ ആഴങ്ങളോളം പ്രവേശിച്ചുവോ? ആഴിയുടെ അടിത്തറയിൽ നീ നടന്നിട്ടുണ്ടോ? മരണ കവാടങ്ങളും മരണനിഴലുകളുടെ വാതിലുകളും നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിസ്തീർണമെല്ലാം നീ കണ്ടിട്ടുണ്ടോ? വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്ക് വഴിയും അന്ധകാരത്തിൻ്റെ വാസസ്ഥാനവും നിനക്കറിയാമെങ്കിൽ വിസ്തരിച്ച് പറയുക. അവൻ്റെ ഭവനത്തിൻ്റെ സീമയും നിനക്കറിയാമോ? നീ എപ്പോൾ ജാതനായി എന്ന് നിനക്കറിയാമോ? നിന്റെ ജീവിതകാലം വളരെയുണ്ടോ എന്ന് നിനക്കറിയാമോ? നീ ഹിമത്തിൻ്റെ അറകളിലേക്കും തീമഴയുടെ ഉള്ളറകളിലേക്കും കടന്നു നോക്കിയിട്ടുണ്ടോ? അവ ഞെരുക്കകാലത്തേക്കും യുദ്ധകാല ദിവസത്തേക്കുമായി സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. വെളിച്ചം വിഭജിച്ച് പരക്കുന്നത് ഏതുവഴി? ഭൂമിയിൽ കാറ്റ് പുറപ്പെടുന്ന വഴിയും ഏത്? ആരുമില്ലാത്ത ദേശത്തും മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയിലും അതിന് ചുറ്റുമുള്ള ഭൂമിയിലും മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയിലും അതിന് ഭൂമിമേലുള്ള സ്വാധീനം നിർണയിക്കാമോ? ആരുമില്ലാത്ത ദേശത്തും മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കുവാനും എല്ലാ മുള്ളുമരങ്ങളെയും തൃപ്തിപ്പെടുത്തി ഇളം പുല്ലുകൾ മുളപ്പിക്കുവാനുമായി മിന്നലും ഇടിമുഴക്കവും ഉണ്ടാക്കുന്നവരാരാണ്? മഴയ്ക്ക് പിതാവുണ്ടോ? അഥവാ മഴത്തുള്ളികളെയും മഞ്ഞും ഹിമക്കട്ടയും ജനിപ്പിച്ചതാര്?
ആരുടെ ഉദരത്തിൽ നിന്നാണ് അവ പുറത്തു വന്നത്? അന്തരീക്ഷത്തിലെ ആവിയെ ജനിപ്പിച്ചതാര്? വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖങ്ങൾ അടഞ്ഞിരിക്കുന്നു. കാർത്തികയെ നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ പാത നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? നക്ഷത്രജാലത്തെ നിനക്ക് നിയന്ത്രിക്കാമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? ഭൂമിക്ക് നീ നിയമമുണ്ടാക്കുമോ? ആകാശത്തിന്റെ പ്രമാണം നിനക്കറിയാമോ? ഭൂമിയിൽ നിയമങ്ങൾ വയ്ക്കുന്നത് നീ ആണോ? മേഘങ്ങളുടെ മേൽ നിന്റെ ശബ്ദമുയർത്താമോ? ജലാധിക്യം കൊണ്ട് അവയെ നിനക്ക് മൂടുവാൻ കഴിയുമോ? ഞങ്ങളിതാ പോകുന്നുവെന്ന് നിന്നോട് പറഞ്ഞു പോകത്തക്കവണ്ണം നീയാണോ മിന്നലുകൾ അയക്കുന്നത്? ജ്ഞാനത്തെ അദൃശ്യഭാഗത്ത് വച്ചതാര്? അഥവാ വിവേകത്തിന് കാഴ്ച കൊടുത്തത് ആര്? ആരുണ്ട് മേഘങ്ങളുടെ സംഖ്യയെ അവൻ്റെ ജ്ഞാനം കൊണ്ട് എണ്ണിത്തീർത്തവൻ? ആകാശത്തിൻ്റെ തൂണുകൾ ആരാണ് നാട്ടി നിർത്തിയത്? ഭൂതലത്തിൽ മണ്ണരിച്ച് നിറച്ചവനാര്? കിഴുക്കാൻ തൂക്കായ പ്രദേശങ്ങൾ ആര് നിർമ്മിച്ചു? സിംഹത്തിന് ഈ കൊടുത്ത് സിംഹങ്ങളുടെ പ്രാണനെ തൃപ്തമാക്കിയതും ആരാണ്? വനത്തിൽ മൃഗങ്ങളെ വർദ്ധിപ്പിച്ചത് ആര്? കാക്കയ്ക്ക് തീറ്റ കൊടുത്തത് ആര്? അതിൻ്റെ കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ തീറ്റ കൊടുത്തത് ആര്? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.